ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അത്തം 10-ന് തിരുവോണം. നമ്മുടെ ഓണം ഇവിടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് അത്തം ദിവസമാണ്. അത്തം ദിവസത്തെ എൻ്റെ മോർണിംഗ് റുട്ടീൻ വീഡിയോ ആണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് ഫ്രഷ് ആവുകയാണ്, പല്ലൊക്കെ തേച്ചിട്ട്. അത്തം ഇടാൻ വേണ്ടിയിട്ട് വെളിയിൽ നന്നായിട്ടൊന്ന് തൂത്ത് വൃത്തിയാക്കി ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കണം. എന്നിട്ട് പോയി കുളിക്കണം. അതിനുശേഷം അത്തം ഇടണം. അപ്പം ഓണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്. കുഞ്ഞുനാളത്തെ കുറേ ഓർമ്മകളുണ്ട്. ഓണം വരുമ്പോൾ ഞാൻ ഇപ്പോഴും നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട്. ഓണം മാത്രമല്ല, ക്രിസ്മസ്, ഈസ്റ്റർ എല്ലാം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാടെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫീലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞുനാൾ മുതൽ ഇതുപോലെയുള്ള ഓണത്തിനൊക്കെ ഭയങ്കര സംഭവമായിരിക്കും. നല്ല എന്താ പറയുന്നത്, ഭയങ്കര രസമാണ്. അപ്പം ഞാൻ ആ ഒരു എന്താ പറയുന്ന ആ ഒരു വൈബ് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇവിടെ എല്ലാം ചെയ്യും. അതായത് പൂക്കളമൊക്കെ ഇടും. 10 ദിവസം ഇടാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ആദ്യത്തെ അത്തത്തിൻ്റെ ദിവസം ഞാൻ പൂക്കളം ഇടും. അതുപോലെ തന്നെ തിരുവോണത്തിൻ്റെ അന്ന് പിന്നെ എന്തായാലും ഇടും. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് കാണാമേ. കുളിയൊക്കെ കഴിഞ്ഞു, നേരം വെളുത്ത് വന്നിട്ടുണ്ട്. അപ്പം അത്തായതുകൊണ്ട് തന്നെ ഞാൻ ഒരു ട്രഡീഷണൽ വെയറിൽ പ്രത്യക്ഷപ്പെടാമെന്ന് കരുതി. സെറ്റ് മുണ്ടാണ് ഞാൻ ഉടുക്കുന്നത്. എനിക്ക് സെറ്റ് മുണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉടുക്കാനായിട്ട്. എന്തെങ്കിലും ഇതുപോലെയുള്ള ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ ഞാൻ സാരി ഉടുക്കാറുണ്ട്. കുറച്ച് ഓവറല്ലേ എന്ന് തോന്നുമായിരിക്കാം, പക്ഷേ എനിക്കിഷ്ടമാണ്. നാടൻ വേഷത്തിൽ എനിക്ക് എന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന സെറ്റും മുണ്ടും ബ്ലൗസും പഴയതാണ്, പുതിയതൊന്നുമല്ല. ഒരു സിമ്പിൾ കോട്ടൺ സെറ്റും മുണ്ടാണ്. ഒരു ബ്ലൂ കളർ കരയുള്ള ഒരു സെറ്റും മുണ്ട്. ഇത് പഴയ ബ്ലൗസാണ്. ഈ ബ്ലൗസ് ഞാൻ എനിക്ക് കളയാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ എന്തായാലും ഉപകാരപ്പെട്ടു. അപ്പം ഞാൻ തല കുളിച്ചിരുന്നു. തലമുടിയൊക്കെ ഒന്ന് നന്നായിട്ട് ചീവി റെഡി ആവുകയാണ്. ഇനി കുറച്ച് ഒരുക്കമാകാം. നാടൻ വേഷത്തിൻ്റെ കൂടെ ചുമക്കയാണോ ജിംക്കി കമ്മലാണോ? ജുംക്ക കമ്മലില്ലാതെ എന്ത് നാടൻ വേഷം. അപ്പം ഞാൻ ഒരു ബ്ലൂ കളറിലുള്ള ഒരു ജുംക്ക കമ്മൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ണൊന്ന് ചെറുതായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ബ്ലൂ കളർ കൊച്ചു പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലാസ്റ്റ് ഞാൻ കുറച്ച് ഒരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കും. ലിപ്സ്റ്റിക്ക് ഞാൻ അങ്ങനെ ഭയങ്കര ഡാർക്കായിട്ട് കാണാനൊന്നും പറ്റത്തില്ല. ഒന്ന് ചെറുതായിട്ടൊന്നൊരു മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കും. അത്രയേ ഉള്ളൂ. എൻ്റെ സെറ്റ് മുണ്ടും ഒരുക്കം ഇവിടെ റെഡിയാവും. തലേ ദിവസം പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുള്ള പൂവാണ്. ഞാൻ തലേ ദിവസം കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഇതളുകളൊക്കെ പൊഴിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പന്നലാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ ഇത് ഭയങ്കര പാടാണ് ഇവിടെ പൂക്കളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്നലെ എവിടെയൊക്കെ തപ്പിയിട്ട് ഇത്രയും പൂക്കൾ എനിക്ക് കിട്ടി. ചിലപ്പം കിട്ടും. ഇന്നലെ എന്തോ എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻസിൻ്റെ എന്തോ ഒരു പൂജാ ടൈമൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പം പൂക്കളൊക്കെ ഭയങ്കര എന്താ പറയുന്നത് വില, അല്ലെങ്കിൽ എവിടെയും കൊള്ളുന്ന പൂവൊന്നും കിട്ടില്ല. പിന്നെ 1-2 ഇടത്തൊക്കെ തപ്പി നടന്നിട്ടാണ് എനിക്ക് ഇത്രയും പൂവെങ്കിലും കിട്ടിയത്. ഞാൻ കുറച്ച് മഞ്ഞയും ഓറഞ്ചും കളറിലുള്ള ബന്ദിപ്പൂ വാങ്ങിച്ചു. പിന്നെ കുറച്ച് വെളുത്ത ജമന്തിപ്പൂവ്, പിന്നെ കുറച്ച് റോസ് പെറ്റൽസ്. അത്രയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്.
ഏകദേശം ഒരു 5:30 മണിയായി കാണും. അപ്പം ഞാൻ എൻ്റെ ഈ ഇതളൊക്കെ പൊഴിച്ച് വെച്ചിരിക്കുന്ന പൂക്കളും മാർക്കറും ഒക്കെ കൊണ്ട് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഒരു മാർക്കർ വെച്ചിട്ടാണ് ഇവിടെ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഭയങ്കര സംഭവമായിട്ടൊന്നും അല്ല വരയ്ക്കുന്നത്, പക്ഷേ ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമ്മൾ ഇത് വരച്ചു കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഞാനൊരു ആർട്ടിസ്റ്റ് ഒന്നും അല്ല വരയ്ക്കുന്ന കാര്യത്തിൽ, പക്ഷെ ചെറുതായിട്ട് നമ്മളിങ്ങനെ ലൈനൊക്കെ റൗണ്ടൊക്കെ ഇട്ട് ചെറിയ ഇതളുകളൊക്കെ വരച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കത് പൂ വെക്കുന്ന സമയത്ത് ഒന്ന് ഷേപ്പായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മാർക്കർ എടുത്തിരിക്കുന്നത്. പിന്നെ അച്ചു ഉറങ്ങുകയാണ്. അച്ചുവിന് ഇതിനോടൊന്നും ഒരു താല്പര്യവും ഇല്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എനിക്ക് എല്ലാ ഫെസ്റ്റിവൽസും ഭയങ്കര കാര്യം, ഒരു നല്ല സന്തോഷവും പോസിറ്റിവിറ്റിയൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. ഒരു മാസം മുമ്പ് തന്നെ എനിക്ക് ഭയങ്കര ഓണം വൈബായിരിക്കും. ഓണം വരാൻ പോകുന്നേ എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരിക്കും. പിന്നെ ചിലപ്പോൾ എനിക്ക് കുഞ്ഞുനാളിൽ കുറേ ഓർമ്മകൾ ഉണ്ടായത് കൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ഉണ്ടാവുന്നത്. അച്ഛൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഓർമ്മകളും ഇല്ലെന്നാണ് പുള്ളി പറയുന്നത്. ബോറിങ് കുട്ടിക്കാലം. എനിക്ക് നേരെ തിരിച്ചാണ്. ഞാൻ വീട്ടിൽ 10 ദിവസം പൂക്കളൊക്കെ ഇടാറുണ്ട്. അന്ന് ഇതുപോലെ അന്നെന്ന് പറയുമ്പം വർഷങ്ങൾക്ക് മുമ്പൊന്നും അല്ല കേട്ടോ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ പൂക്കളൊക്കെ കിട്ടുമല്ലോ, ഇതുപോലെയുള്ള ചെറിയ ചെറിയ തൊട്ടാവാടി പൂക്കൾ, ജമന്തിപ്പൂവ്, ബന്ദിപ്പൂവ്, ചെമ്പരത്തിപ്പൂവ്, തെറ്റിപ്പൂവ്, അങ്ങനെ ഓരോരോ വീട്ടിൽ കിട്ടുന്ന പൂ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇടുന്നത്. വീട്ടിൽ രാവിലെ തന്നെ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഭയങ്കര ധൃതിയായിരിക്കും. അടുത്ത ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയി അവരിട്ടിരിക്കുന്ന അത്ത എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു ടൈമിൽ ഓണപരീക്ഷയായിരിക്കും. അതുപോലെ തന്നെ സ്കൂളിൽ അത്തപ്പൂക്കള മത്സരം, ട്യൂഷനിൽ അത്തപ്പൂക്കള മത്സരം, ആ പരിപാടി ഈ പരിപാടി, ഫുൾ ബിസി ആയിട്ടുള്ളൊരു കുട്ടിക്കാലമായിരുന്നു അത്. ഓക്കെ, ഞാൻ ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഔട്ട്ലൈൻ ഒന്ന് ഒരു കുറച്ച് ഓറഞ്ച് കളറിലുള്ള ബന്ദിപ്പൂ ഇട്ട് കൊടുത്താൽ അതും റെഡിയാവും, കംപ്ലീറ്റ് ആവും. ഇവിടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലി ഉണ്ട്. അപ്പം അവർ എന്നോട് ചോദിക്കും, അവർ ഭയങ്കര കൗതുകത്തോടെ ഇങ്ങനെ നോക്കും, ഇതെന്താ എന്നൊക്കെ അവരിങ്ങനെ ചോദിക്കും. അപ്പോൾ ഇവരെന്നോട് ചോദിക്കും, ഇതിനു മുമ്പ് ഇവിടെ സൗത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടായിട്ടാണ്, അവരാരും ഇതൊന്നും ചെയ്യാറില്ലല്ലോ എന്ന് എന്നോട് പറയാം. നിങ്ങൾ വന്നതിന് പിന്നെയാണ് നിങ്ങൾക്ക് നാട്ടിൽ ഇതുപോലെയുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടെന്ന് അറിയുന്നത് ഞാനിവിടെ വന്നതിന് ശേഷമാണെന്നൊക്കെ പുള്ളിക്കാരി എന്നോട് പറയും. ഇവിടെ ഫാമിലി ഉണ്ടായിരുന്നു, അവരാണെങ്കിൽ ഇപ്പം നാട്ടിലോട്ട് പോയി, അവർ റിട്ടയർഡ് ആയതുകൊണ്ട് ഇപ്പം അവർ നാട്ടിലോട്ട് ഷിഫ്റ്റായി. പിന്നെ ഒരാളോട് ഉണ്ട്, പക്ഷേ പുള്ളിക്കാരൻ്റെ ഫാമിലി നാട്ടിലാണ്, പുള്ളിക്കാരിവിടെ ജോലി ചെയ്യുകയാണ്, ഒറ്റയ്ക്കാണ്. അപ്പം അവരിങ്ങനെ ഭയങ്കര കാര്യത്തോടെ ചോദിക്കും. അപ്പം ഞാനാണെങ്കിൽ ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാം വിവരിച്ചു കൊടുക്കും. ചില ആളുകൾ നാട്ടിൽ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും ആയാൽ അവർ പിന്നെ ചിലപ്പോൾ അങ്ങനെ ആഘോഷിക്കത്തൊന്നുമില്ല. അവർ വിചാരിക്കുമോ എന്തിനാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മൾ മലയാളി എവിടെ പോയാലും മലയാളി തന്നെയാണ്. നമ്മൾ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും ഫെസ്റ്റിവൽസും ഒക്കെ ഭയങ്കര പ്രൗഡോട് കൂടിയിട്ട് തന്നെ അത് ആഘോഷിക്കണം. അതുപോലെ മറ്റുള്ളവർക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കണം. തിരുവോണത്തിന് ലീവ് എടുക്കാത്ത എത്ര ഫാമിലീനെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളിൽ തന്നെ തീർന്നു പോകാതെ ഇനിയും നമ്മുടെ വരുന്ന ജനറേഷനൊക്കെ അത് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അവർ കുറച്ച് വർഷം കഴിയുമ്പോൾ ചോദിക്കും, ഓണമോ, അതെന്തിട്ട് സാധനം എന്നൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ ചോദിച്ചു കളയും. അപ്പം നമ്മളിൽ ഇങ്ങനെ തീർന്നു പോവാതെ മുന്നോട്ടുള്ള ജനറേഷന് പാസ് ചെയ്യുക. അപ്പം എൻ്റെ അർത്ഥം ഇവിടെ റെഡിയായി. അതിൻ്റെ കൂടെ എന്തൊക്കെയോ ഞാൻ ഭാഷണം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് ആലോചിക്കുക. എൻ്റെ അടുക്കളയിലേക്ക്, എൻ്റെ അടുക്കള ഞാൻ കുറച്ച് കളറാക്കിയിട്ടുണ്ട്, പൂവും കായും ഒക്കെ തൂക്കി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പൂക്കളൊക്കെ ഇട്ട് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ് ഞാൻ. കുടിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ചൂടുവെള്ളം റെഡിയാക്കട്ടെ. വെറും വയറ്റിൽ ഇപ്പം എൻ്റെ ഡയറ്റൊക്കെ ആകെ പോയി കിടക്കുകയാണ്. അങ്ങനെ രാവിലെ ആ വെള്ളം ഈ വെള്ളം അങ്ങനെ ഒന്നും ഇല്ല. എന്തെങ്കിലും ഇപ്പം സാധാ വെള്ളമായിരിക്കും കുടിക്കുന്നത്. പക്ഷേ വെറും വയറ്റിൽ ഞാൻ എപ്പോഴും വെള്ളമാണ് കുടിക്കുക. ഒന്നുകിൽ ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം, അല്ലെങ്കിൽ സാധാ വെള്ളം. എപ്പോഴും ഞാനങ്ങനെ വെള്ളം ആയിരിക്കും കുടിക്കുന്നത്. അല്ല ഡയറ്റിൻ്റെ ടൈമിലൊക്കെ ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടില്ലേ, ജീരക വെള്ളം, ഉലുവ വെള്ളം, ആ വെള്ളം, ഈ വെള്ളം ഒക്കെ ഒരു കടങ്കഥയായി മാറിയിരിക്കുകയാണ്. ഇനി എല്ലാം എനിക്ക് ആദ്യം തൊട്ട് തുടങ്ങണം. അപ്പോൾ ഞാൻ എൻ്റെ ചൂടുവെള്ളവുമായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഇട്ട അത്തപ്പൂക്കളം ആസ്വദിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് സമയം മീ ടൈം.
ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഇലയാണ് എന്നല്ല, ഈ ഇല ഒരാൾ ഭയങ്കര സാഹസികമായിട്ട് പോയി വെട്ടിക്കൊണ്ട് വന്നതാണ്. ഒന്ന് നോക്കണേ. ഇത് വെട്ടാൻ പോയപ്പം ഇവിടെ താഴെ പട്ടികളുടെ ഒരു ഭയങ്കര ജാഥ തന്നെ ഉണ്ട്. ഒത്തിരി പട്ടികളുണ്ട്. ഇവിടെ നൈസായിട്ടൊന്ന് പോയി നോക്കി. അപ്പോൾ പട്ടികൾ കൊരയോട് കൊര. പിന്നെ അച്ഛൻ നൈസായിട്ട് അങ്ങോട്ട് നടന്നു പോയിട്ട് പിന്നെ ധൈര്യം സംഭരിച്ച് തിരിച്ചു പോയി. ഞാൻ വിചാരിച്ചു മിക്കവാറും കടി കിട്ടുമെന്ന്. പക്ഷെ കടിയൊന്നും കിട്ടിയില്ല. അച്ഛൻ പോയി വാഴയില കണ്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വത്സനാണ്. ഞങ്ങളുടെ അവിടെ വത്സൻ എന്ന് പറയും. ചില ആളുകൾ ഇലയടാന്ന് പറയും. ഞങ്ങൾ വത്സൻ എന്നാണ് പറയുന്നത്. അതിസാഹസികമായി അച്ചു പോയി പൊട്ടിച്ചെടുത്തോണ്ട് വന്ന കട്ട് ചെയ്തെടുത്തോണ്ട് വന്ന വാഴയിലയിലാണ് ഞാൻ വത്സൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിത് ക്ലീൻ ചെയ്ത് ചെറിയ ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇതിനകത്ത് കുറേ മണ്ണൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്യുകയാണ്. എത്രയോ വർഷത്തിന് ശേഷമാണ് ഞാൻ വത്സം കഴിക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് ഓർമ്മയില്ല ഞാൻ ലാസ്റ്റ് കഴിച്ചത് എന്നാന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഈ വാഴയില ഞാൻ നോട്ടം ഇട്ട് വെച്ചിട്ട് കുറേ നാളായിരുന്നു. അപ്പം ഇന്ന് ഞാൻ ഇവനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഞാനാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വത്സൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ആദ്യം തന്നെ ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ശർക്കര ഇതുപോലെ പാനി ആക്കണമെന്നൊന്നുമില്ല. അല്ലാതെ തേങ്ങയിൽ ചിരകി ഇട്ടാലും മതി. നൈഫ് വെച്ചിട്ട് അതൊന്ന് ചിരകി ഇട്ടാലും മതി. പക്ഷെ ഞാൻ ഇതിൽ ശർക്കര പാനി ആക്കിയിട്ട് തേങ്ങ ഇട്ടിട്ടാണ്. അപ്പം അത് തേങ്ങയാണെങ്കിൽ നന്നായിട്ട് അതിനെ സോക്ക് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ ഈ ശർക്കരയുടെ കൂടെ കുറച്ച് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇതിനെ വെക്കുന്നത്. അതൊന്ന് തിളച്ചൊന്ന് ചെറുതായിട്ട് ആ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ ഞാനിത് ഓഫാക്കും. നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനാണെങ്കിൽ രാവിലെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അരിപ്പൊടി തീർന്നുപോയി. അപ്പോൾ അരിപ്പൊടി ഞാൻ അച്ചുവിനെ വെളിയിൽ വിട്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ട്. അപ്പം അച്ചു വാങ്ങിച്ചുകൊണ്ട് വരുന്ന സമയത്ത് വെളിയിലാണെങ്കിൽ ഇവിടെ പാർക്കുണ്ട്. അപ്പോൾ പാർക്കിൽ നിന്ന് എനിക്ക് തുളസി ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്നു. മലയാളി മങ്കയ്ക്ക് ഇനി ഒരു തുളസി കതിരിൻ്റെ കുറവ് വേണ്ടാന്ന് പറഞ്ഞിട്ട്. നല്ല ഭംഗിയില്ലേ? ഞാൻ കുറച്ച് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് 2 ആൾക്ക് വേണ്ട ഒരളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 5 വത്സം ഞാൻ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആളുകളുടെ എണ്ണം കൂടുമ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ അളവും കൂട്ടണം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും. ഒരു നുള്ളു ഉപ്പ്. അതിനുശേഷം കുറച്ച് ചൂടാറിയ വെള്ളം, ഒരുപാട് തിളച്ച വെള്ളമല്ല, ഞാനൊരു മീഡിയം ചൂടുള്ള വെള്ളത്തിൽ ഞാൻ അതിനെ ഒന്ന് കുഴച്ച് എടുത്ത് മാറ്റി വെക്കും. തേങ്ങാ തിരുമൽ ഡിപ്പാർട്ട്മെൻറ്റ് അച്ചുവിൻ്റെ ആണ്. ഞാൻ ഒരു പാത്രവുമായിട്ട് ഇവിടെ സൈഡിൽ വന്ന് നിൽപ്പുണ്ട്. വീണ്ടും എൻ്റെ കുട്ടിക്കാലത്തെ കുറച്ച് ഓർമ്മകൾ വന്നു. നാട്ടിൽ മമ്മയാണെങ്കിൽ ഈ തേങ്ങ പൊട്ടിക്കാൻ നേരം ഇതുപോലൊരു സ്റ്റീൽ കപ്പുമൊക്കെ പിടിച്ച് ഞാൻ ഒരു നിൽക്കും വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. എങ്ങാനോ വെള്ളം കാണാൻ എനിക്ക് തരാതെ എങ്ങാനും കളയുകയോ കുടിക്കുകയോ ചെയ്താൽ എന്നാൽ പിന്നെ ആ ദിവസം അവിടെ പുകയിലായിരിക്കും. അച്ഛനോ പേരിനൊരു കവളിന് ഞാൻ കൊടുത്തിട്ട് ബാക്കിയെല്ലാം ഞാനത് കുടിക്കുകയാണ്.
വത്സന് വേണ്ടിയിട്ടുള്ള തേങ്ങ വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കും. നന്നായിട്ട് അരിച്ച് വേണം നമ്മളെപ്പോഴും ഈ ശർക്കര പാനി ഉപയോഗിക്കാനായിട്ട്. അതിൽ ചെറിയ ചെറിയ കല്ലുകളും മണ്ണുകളും ഒക്കെ കാണും. അപ്പോൾ അരിച്ചെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കും. ഞാൻ കുറച്ച് അധികം തേങ്ങ എടുക്കുന്നുണ്ട്. ഇവിടെ അച്ചുവിന് എല്ലാത്തിനും തേങ്ങ കൂടുതൽ വേണം. പുട്ടിന് തേങ്ങ കൂടുതൽ, കൊഴുക്കട്ടയ്ക്ക് കൂടുതൽ, എല്ലാത്തിനും കൂടുതൽ വേണം എന്നുണ്ടായത് കൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. എനിക്കങ്ങനെ ഒരുപാട് വേണമെന്നില്ല, എനിക്ക് ഒത്തിരി അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് കുറച്ച് എല്ലാം എനിക്കിങ്ങനെ കുറച്ച് കഴിക്കാൻ പറ്റത്തില്ല. ഈ മധുരം ആയാലും അച്ചുവിന് മധുരമൊക്കെ ഭയങ്കരമായിട്ട് വേണം. എനിക്ക് മധുരമൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് പറ്റത്തില്ല. അപ്പം ഞാൻ ഏകദേശം ഒരു മീഡിയം എൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഞാൻ മധുരം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഈ ശർക്കര പാനിയിൽ നമ്മുടെ ഈ തേങ്ങ ഒന്ന് സോക്ക് ചെയ്ത് വറ്റി വരണം. അപ്പം ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് ജീരകം ചെറുതായിട്ട് കൈകൊണ്ട് തിരുമ്മി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. ഞാൻ മുഴുവനുള്ള ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ആഡ് ചെയ്യാണ്. ഏലക്കപ്പൊടി ഞാൻ കുറച്ച് പഞ്ചസാരയിൽ മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടിയാണ്. അപ്പോൾ ഇതും കൂടെ ഞാൻ നന്നായിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാം. ഒരുപാട് നമുക്കങ്ങനെ വറ്റിച്ചെടുക്കണ്ട, കാരണം ഇത് ഇരുന്ന് കുറച്ച് തണുക്കുമ്പോഴുണ്ടല്ലോ അത് കുറച്ചും കൂടെ കട്ടിയായിട്ട് പോകും. അപ്പം ഞാൻ അങ്ങനെ ഒരുപാട് വറ്റിച്ചെടുക്കുന്നില്ല. ഇനി അത് ചൂടാറാനായിട്ട് സൈഡിൽ വെക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഇല ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നെയ്യ് വേണമെങ്കിലും പുരട്ടാം, പക്ഷേ എനിക്ക് ഒരു നാടൻ ടേസ്റ്റ് വേണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ബെസ്റ്റ്. എന്നിട്ട് ഞാനൊരു ചെറിയ ഉരുള ഇതുപോലെ കുഴച്ചിട്ട് വെള്ളം തൊട്ടിട്ട് ഞാൻ ആ ഇലയിൽ പരത്തിയെടുക്കും. നന്നായിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം തൊട്ടിട്ട് ഇതിനിങ്ങനെ പരത്തിയെടുക്കും. ഇതിന് പിന്നെ വട്ട ഷേപ്പ് വേണം അങ്ങനെയൊന്നുമില്ല, ഏത് ഷേപ്പ് ആയാലും ഒരു കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് പരത്തി എടുത്തിട്ട് അതിൽ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയുടെ ആ ഒരു മിക്സ് ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഇലയോട് കൂടിയിട്ട് അതിങ്ങനെ ഫോൾഡ് ചെയ്യണം, മടക്കി സൈഡിൽ വെക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓരോന്നോരോന്ന് ഇതുപോലെ മടക്കി റെഡിയാക്കി സൈഡിൽ വെക്കാമേ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഇഡ്ഡലി കുട്ടുക എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാനിനി വെള്ളം നിറച്ചെടുക്കല്ല, ഒരു പാതി വെള്ളം എടുത്തിട്ട് അതിൽ ഞാനിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഇലയുടെ ഇറക്കി വെച്ചിട്ട് വേവിച്ചെടുക്കാം. പാത്രങ്ങൾ കുറേ കഴുകാനായിട്ട് കിടപ്പുണ്ട്. അപ്പം ഞാനത് കഴുകി വെക്കാൻ പോവാണ്. അപ്പോൾ ഉള്ള പാത്രങ്ങൾ അന്നേരം കഴുകി വെക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് കഴുകുമ്പോൾ ഉള്ള ആ ഒരു മടി ഒഴിവാക്കാനായിട്ട് പറ്റും. ഞാൻ അങ്ങനെയാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ സൈഡിൽ ഞാനിങ്ങനെ പാത്രങ്ങളും കഴുകി ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. വെളിയിലാണെങ്കിൽ നല്ല അടിപൊളി മഴ. ഇനി വത്സൻ്റെ കൂടെ ഒരു കട്ടൻ ചായ ആവാം. വെളിയിൽ മഴ തകർക്കുന്നുണ്ട്. വെളിയിൽ തകർപ്പൻ മഴ, അകത്ത് വത്സനും കട്ടൻ ചായയും. ആഹാ!
ഞാനാണെങ്കിൽ ഇതൊന്ന് തുറന്ന് നോക്കി. ആ ഇലയുടെയൊക്കെ ആ സ്മെല്ലുണ്ടല്ലോ, അയ്യോ ഭയങ്കര അടിപൊളി അടിപൊളി സ്മെല്ലാണ് ആ ഇലയിൽ ഇങ്ങനെ ആ ഒരു സ്മെല്ല്, ഇലയുടെ മണം ഇങ്ങനെ വരുന്നത്. എനിക്കറിഞ്ഞൂടാ, ഞാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ വാഴയില അങ്ങനെ കിട്ടാറില്ല. നമുക്ക് ഓണത്തിന് പോലും നമ്മൾ കടയിൽ നിന്നൊക്കെ പോയിട്ട്, ഓണത്തിന് മാത്രമേ നമുക്കിവിടെ ഇല കിട്ടാറുള്ളൂ, അല്ലാതെ കിട്ടത്തില്ല. അപ്പോൾ ഈ ഇല എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ എത്രയോ വർഷത്തിന് ശേഷം ഞാൻ ഇലയുടെ കടിക്കുന്ന ആ ഒരു എക്സൈറ്റ്മെൻ്റാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. കട്ടനും റെഡി, വത്സനും റെഡി, മഴ പെയ്യുന്നു. അപ്പോൾ ഞങ്ങളിത് എൻജോയ് ചെയ്യട്ടെ. ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ. എന്തായാലും ഭാഗ്യമായി. ഞാൻ രാവിലെ അത്തം ഇടാൻ നേരം ഒരു പ്രശ്നമില്ലായിരുന്നു, മഴയൊന്നും പെയ്തില്ല. ഞാൻ ആ സൈഡിലോട്ടാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് അവിടെ എന്തായാലും മഴവെള്ളമൊന്നും കയറത്തില്ല. ഈ ഒരു സൈഡിലെ കുറച്ച് മഴവെള്ളം വീഴത്തുള്ളൂ. എന്താണെന്നിത് ഭയങ്കര അത്തം ദിവസമായിട്ട് നല്ല അടിപൊളി ഒരു കാലാവസ്ഥ, നല്ല മഴ, നല്ല ചെറുകാറ്റൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. എൻ്റെ അത്തം എന്തായാലും നനയത്തില്ല. വൈകുന്നേരം വരെ അത്തം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഹാപ്പിയാണേ.